നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വിശദമായ വാർത്തകളിലേക്കാണ്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഗസയിൽ വെടിനിർത്തൽ കരാർ ഉടൻ നിലവിൽ വരുമെന്ന് സൂചന. ഗസയിൽ വെടിനിർത്തലിനുള്ള കരാർ അംഗീകരിച്ച് ഇസ്രയേലും ഹമാസും ദോഹയിൽ നടന്ന ചർച്ചയിലാണ് നിർണായക തീരുമാനം. റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഗസയിൽ വൻ ആഹ്ലാദ പ്രകടനം നടക്കുന്നു. അൻവർ പാലരി ഖത്തറിൽ ചെയ്യുന്നു. അൻവർ, ഈ പശ്ചിമേഷ്യയിൽ 15 മാസത്തിന് ശേഷം സമാധാനത്തിന്റെ പുലരി വരികയാണ്. എന്തൊക്കെയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ? സുഹൈൽ, നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഗസയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 46,000-ത്തിലധികം ആളുകളെ കൊലപ്പെടുത്തിയ ഈ ഗസ അധിനിവേശം ലോകത്തെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയ ഒരു കാര്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഒരു വർഷത്തിലധികമായി നടക്കുന്ന സമാധാന ചർച്ചകൾ തൊട്ടരികെ എത്തിയിട്ട് പോലും പലപ്പോഴും അതൊരു ഫലപ്രാപ്തിയിലേക്ക് എത്താത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ അറിയാം, ഇന്നലെ ദോഹയിൽ നടന്ന ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളിൽ ഏകദേശം ഒരു ധാരണയിലെത്തി എന്നുള്ളത് എല്ലാ വാർത്താ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. കരാർ പരസ്പരം കൈമാറിയിരുന്നു. പക്ഷേ ഹമാസ് ആദ്യം തന്നെ ഈ കരാർ അംഗീകരിക്കുകയും എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മറുപടി ലഭിക്കാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ തീർച്ചയായും വളരെ വലിയ ആശങ്ക ലോകത്ത് മുഴുവൻ നിലനിന്നിരുന്നു. ലോകത്ത് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള ആശങ്ക ഇക്കാര്യത്തിൽ നിലനിന്നിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപ്, നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തിയത്. എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കും, വെടിനിർത്തൽ കരാറിൽ ഏകദേശം ധാരണയിലെത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കൈവരുന്നത്. നമുക്ക് കൃത്യമായി അറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇക്കാര്യത്തിൽ നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയും ഒരു ഘട്ടത്തിൽ ഖത്തർ തന്നെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഖത്തർ വ്യക്തമാക്കിയിരുന്നു, രണ്ട് വിഭാഗവും വാശി ഉപേക്ഷിച്ച് ചർച്ചകൾക്ക് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഇനിയും ഒരു മധ്യസ്ഥ നീക്കത്തിന് തയ്യാറാണ് എന്ന് ഖത്തർ അറിയിക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ നമുക്കറിയാം, ഇന്നലെ ഖത്തറിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ഖത്തർ അമീർ, ഇത് ആദ്യമായായിരിക്കും ഖത്തർ അമീറും ഖത്തർ വിദേശകാര്യമന്ത്രിയും ഹമാസ് പ്രതിനിധികളുമായി നേരിട്ട് ചർച്ച നടത്തുകയും ഈ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കണം, ഇത് മധ്യേഷ്യയിൽ പശ്ചിമേഷ്യയിൽ വലിയ തരത്തിലുള്ള അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാതരം വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിക്കൊണ്ട് രണ്ട് വിഭാഗവും ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്തണം എന്ന് ഖത്തർ അമീറും ഖത്തർ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോഴും അനിശ്ചിതത്വം തുടരുകയായിരുന്നു. ഇപ്പോഴും ഇന്ന് രാത്രി 8 മണിക്ക് ഖത്തർ സമയം 8 കൂടി വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി തന്നെ നേരിട്ട് പത്രസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിക്കുമെന്നും അറിയിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും പത്രസമ്മേളനം തുടങ്ങിയിട്ടില്ല. ഇവിടെ മാധ്യമപ്രവർത്തകരൊക്കെ ഇവിടെ വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള പലസ്തീനിലെ ഗസയിലെ പല പ്രദേശങ്ങളിലും വലിയ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നു. എന്തായാലും നമുക്കറിയാം, മനുഷ്യരെ ഇങ്ങനെ കൂട്ടക്കുരുതി ചെയ്യുന്ന 46,000 മനുഷ്യരെ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 46,000 ആളുകളെ ഇങ്ങനെ മനുഷ്യക്കുരുതി നടത്തുക എന്നത് നമുക്ക് തന്നെ അറിയാം വളരെ വലിയൊരു മാനുഷിക ദുരന്തമാണ്. ഇക്കാര്യത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ധാരണ ഏകദേശം 60,000 ട്രക്കുകളിൽ മാനുഷിക സഹായം ഗസയിൽ എത്തിക്കാൻ അനുവദിക്കുക. അതുപോലെ തന്നെ 33ഓളം ഇസ്രായേലി തടവുകാരാണ് ഹമാസിന്റെ ബന്ദികളായിട്ട് തുടരുന്നത്. അവരെ 3 ആഴ്ചകൾക്കകം അവരെ വിട്ടയക്കാനുള്ള സന്നദ്ധത ഹമാസ് അറിയിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഘട്ടം ഘട്ടമായി സെൻട്രൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുമെന്ന് അറിയിച്ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്ക് വലിയ ധാരണയില്ല. കാരണം ഇത് ഇസ്രായേൽ എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ കരാർ പാലിക്കുന്നതിൽ പലപ്പോഴും കരാർ ലംഘിച്ചിട്ടുണ്ട്. ഇന്നലെ ഖത്തറിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ വളരെ വ്യാപകമായ ആക്രമണമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ
ഇസ്രായേലിന്റെ ഇത്തരം വാക്കുകളും ഉറപ്പുകളും എത്രത്തോളം അംഗീകരിക്കാനാവും എന്ന് ഇത്തവണ അങ്ങനെ ആവില്ലെന്ന് കരുതാം, പ്രതീക്ഷിക്കാം. കാരണം ഈ യൂറോപ്യൻ സന്ദർശനത്തിലുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കം തിരിച്ച് ഇസ്രായേലിൽ എത്തിയിരിക്കുന്നു. കാര്യം അല്പം ഗൗരവകരമായി തന്നെ കാണും. ഈ മുമ്പുണ്ടായിരുന്ന ഒരു സീസ് ഫെയർ അഗ്രിമെന്റിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തവണ മാനുഷിക നാഴികൾ തുറക്കുന്നു. അതായത് തകർന്നടിഞ്ഞ ഗസയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികളും ഈ പുതിയ കരാറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെ? അങ്ങനെയല്ലേ ഈ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ ഘട്ടത്തിൽ? തീർച്ചയായും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം അനുകൂലമായ സമീപനം, നേരത്തെ പി ജെ ജെയിംസ് പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ എത്രത്തോളം അനുകൂല നിലപാടുണ്ടാകും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. ഇത് തന്നെയായിരുന്നു നേരത്തെയും ഹമാസ് പറഞ്ഞ ഒരു കാര്യം. ഹമാസ് പലതവണ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ ഏത് കരാറിൽ ഒപ്പിട്ടാലും വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുന്നു എന്നുള്ളൊരു കാര്യം. നേരത്തെ നമുക്കറിയാം, UN ഉൾപ്പെടെ ഇത് വംശഹത്യയാണ്, ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, എല്ലാ കരാറുകളും തുടർച്ചയായി ഇസ്രായേൽ ലംഘിക്കുന്നു എന്ന് അന്റോണിയോ ഗുട്ടറസ് വരെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ട് പോലും ഇസ്രായേൽ അത് അംഗീകരിക്കുകയോ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാനാവും എന്നുള്ളത് വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും താൽക്കാലികമായ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ പോലും ഗസയിലെ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഖാൻ യൂണിസ് ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും വലിയ തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങൾ നടക്കുന്നു. മരണത്തിന്റെയും വെടിയൊച്ചയുടെയും ചോരയുടെയും മണമില്ലാത്ത ദിവസങ്ങൾ തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവരിൽ തീർച്ചയായും ഉണ്ട്. ശ്രീജിത്ത്, നമുക്ക് അതിൽ ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും 46,000 പേർ ഒരു യുദ്ധമുഖത്ത് ഇല്ലാതാകുമ്പോൾ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഗസ എന്ന പ്രദേശത്തിൻ്റെ ഒരു വലിയ ജനവിഭാഗം ഇനി അങ്ങോട്ടില്ല എന്ന സത്യം കൂടി ഉണ്ടാകുന്നു. സ്വാഭാവികമായി ഹമാസിനെ പോലെ തന്നെ ഇസ്രായേലിനും ഇത്തരത്തിൽ ഈ കരാർ നിർണായകമല്ലേ? കാരണം ഈ പൗരന്മാരുടെ അടുക്കിൽ നിന്ന് ഇസ്രായേൽ ഭരണകൂടത്തിൽ പ്രതിഷേധമുണ്ട്. അവരുടെ പൗരന്മാരെ ബന്ദികളാക്കിപ്പെട്ടവരെ മോചിപ്പിക്കാൻ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ കരാറിലേക്ക് എത്തിച്ചേരുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമായിരുന്നില്ലേ? സുഹൈൽ, ഞാൻ നേരത്തെ പേര് മാറ്റിയാണ് പറഞ്ഞത്. തീർച്ചയായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അധികാരത്തിലെത്തുന്നതോടുകൂടി ട്രംപ് നേരത്തെ നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് ഇസ്രായേലിനെയും ഒരു തരത്തിൽ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്നുള്ളത് ട്രംപിന്റെ ഒരു അഭിമാന പ്രശ്നമാണ്. കാരണം ജോ ബൈഡനെ മറികടക്കാൻ ട്രംപിന്റെ മുമ്പിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അവസാനിപ്പിച്ച് ഗസയിലെ യുദ്ധം അവസാനിപ്പിച്ച്, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഫലസ്തീനിലെ സൈനികർക്കിടയിലും അവരുടെ കുടുംബങ്ങൾക്കിടയിലും ഫലസ്തീൻ ജനതയ്ക്കിടയിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. നേരത്തെ പ്ലക്കാർഡുകളൊക്കെ ഏന്തി പ്രകടനം നടത്തുന്ന ആയിരക്കണക്കിന് ഇസ്രായേലികളുടെ സമരങ്ങളും പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ട്രംപ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ ഇക്കാര്യത്തിൽ എത്രത്തോളം വാക്ക് പാലിക്കും എന്നുള്ളത് തന്നെയാണ് ലോകം കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന സമാധാനത്തിന്റെ വാർത്ത അൻവർ പാലേരാണ് ഖത്തറിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഗസ ഇസ്രായേൽ യുദ്ധത്തിന് വിരാമം, വെടിനിർത്തലിന് ഏകദേശം ധാരണയായിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ്. ഖത്തറിന്റെ വാർത്താ സമ്മേളനം ഇത് സംബന്ധിച്ച് ഉടനുണ്ടാകും. ബന്ദി കൈമാറ്റം അടക്കമുള്ള നിർണായക കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് മാനുഷിക ഇടനാഴി ഗസയുടെ പുനരുജ്ജീവിപ്പിക്കാൻ, തകർന്നടിഞ്ഞ ഗസയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മാനുഷിക ഇടനാഴി അടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു കരാറായിരിക്കും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഉരുതിരിഞ്ഞു വരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം നീളും. കേസിൽ വിധി പറയുന്ന റിയാദിലെ കോടതി വീണ്ടും മാറ്റിവെച്ചു. കേസ് നീട്ടിവെക്കാനുള്ള കാരണം വ്യക്തമല്ല. അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിധി പറയുന്നത് റിയാദിലെ കോടതി മാറ്റിവെക്കുന്നത് ഇത് 6ാം തവണയാണ്. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 10:30 കേസ് പരിഗണിച്ചെങ്കിലും വിധി പറയുന്നത് വീണ്ടും മാറ്റി. കേസ് തുടർച്ചയായി മാറ്റിവെക്കാനുള്ള കാരണം അഭിഭാഷകരോ നിയമസഹായ സമിതിയോ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതാണ് കാരണം എന്നാണ് സൂചന. ഇതിന് തടവ് ഉൾപ്പെടെയുള്ള ശിക്ഷ വിധിക്കാറുണ്ടെങ്കിലും കഴിഞ്ഞ 18 വർഷമായി ജയിലിൽ തുടരുന്നതിനാൽ അബ്ദുറഹീമിന് ഇനി പ്രത്യേക ശിക്ഷ ഉണ്ടാകില്ലെന്നാണ് സൂചന. ഈ കേസ് തീർപ്പായാൽ ജയിൽ മോചന ഉത്തരവുണ്ടാകും. ശേഷം റിയാദ് ഗവർണറേറ്റിന്റെ അനുമതി കൂടി ലഭിച്ചാൽ അബ്ദുറഹീമിന് നാട്ടിലേക്ക് മടങ്ങാം. ഇനി കേസ് പരിഗണിക്കുമ്പോൾ മോചന ഉത്തരവുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീം.
ഇന്ന് ഓൺലൈൻ വഴി കേസ് പരിഗണിച്ചപ്പോൾ അബ്ദുറഹീമും അഭിഭാഷകനും ഹാജരായിരുന്നു. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകിയതോടെ കോടതി കഴിഞ്ഞ ജൂലൈ 2 വധശിക്ഷ റദ്ദാക്കിയിരുന്നു. 2006 സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ അബ്ദുറഹീം ജയിലിലാകുന്നത്. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട 15 മില്യൺ റിയാൽ ദിയാധനം മലയാളികൾ സ്വരൂപിച്ച് നൽകിയ ശേഷമാണ് അബ്ദുറഹീമിന് മാപ്പ് നൽകിയത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ബഹിരാകാശത്ത് കുതിപ്പ് തുടർന്ന് UAE. MB സെറ്റ്സാറ്റിന്റെ വിക്ഷേപണം വിജയം. ഉപഗ്രഹത്തിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങിയതായി മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ അറിയിച്ചു. മേഖലയിലെ ഏറ്റവും ശക്തവും നൂതനവുമായ ഉപഗ്രഹമെന്ന ഖ്യാതി സ്വന്തമാക്കിയാണ് MB സെറ്റ് ഭ്രമണപഥത്തിൽ എത്തിയത്. നിലവിലുള്ള ഏതൊരു സംവിധാനത്തെക്കാളും 4 ഇരട്ടി വേഗം, സ്റ്റാർ ട്രാക്കിംഗ് സിസ്റ്റം, അത്യാധുനിക ഇലക്ട്രിക് ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം, അതിനൂതന നാവിഗേഷൻ സിസ്റ്റം എന്നിവയുൾപ്പെടെ പ്രത്യേകതകൾ ഏറെയുള്ള ഉപഗ്രഹമാണ് UAE വികസിപ്പിച്ച് ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചത്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് MB സെറ്റ് വിക്ഷേപിച്ചത്. ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററാണ് ഉപഗ്രഹം വികസിപ്പിച്ചത്. 3x5 മീറ്റർ നീളവും 750 കിലോ ഭാരവുമാണ് ഉപഗ്രഹത്തിനുള്ളത്. ഉപഗ്രഹത്തിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങിയെന്ന് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ അറിയിച്ചു. ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങളും കൂടുതൽ വ്യക്തതയുള്ള വിവരങ്ങളും നൽകാൻ ഉപഗ്രഹത്തിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ. 2020 UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹൈസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഉപഗ്രഹ പദ്ധതി പ്രഖ്യാപിച്ചത്. ഇതിനൊപ്പം UAEയിലെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച ഭൂനിരീക്ഷണ ക്യൂബ്സാറ്റായ HCT സാറ്റ് 1 വിക്ഷേപിച്ചിട്ടുണ്ട്. 24 ദുബായ്. ആറ്റിങ്ങൽ സ്വദേശികളുടെ UAEയിലെ കൂട്ടായ്മയെ ആറ്റിങ്ങൽ നോൺ റെസിഡൻസ് അസോസിയേഷൻ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ദുബായ് മുഷ്രിഫ് പാർക്കിലെ വിവിധ കലാകായിക പരിപാടികളോടെയാണ് സംഗമം നടത്തിയത്. നിരവധി അംഗങ്ങൾ കുടുംബസമേതം പരിപാടിയിൽ പങ്കെടുത്തു. ആറ്റിങ്ങൽ നോൺ റെസിഡൻസ് അസോസിയേഷൻ UAE വൈസ് പ്രസിഡന്റ് അനിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആറ്റിങ്ങൽ നോൺ റെസിഡൻസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അനിൽകുമാർ V, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജി വേണു, അപ്പു ഷാജി, സുരേന്ദ്രൻ വക്കം, ഹരികുമാർ, നിഷാദ് ഭരതന്നൂർ എന്നിവർ പ്രസംഗിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ അവസാന നിമിഷവും പൂജ. നാളെ കല്ലറ തുറക്കാനിരിക്കെ മകൻ സമാധിയിൽ പൂജ നടത്തി. പോലീസ് നിയന്ത്രണങ്ങൾ ലംഘിച്ചായിരുന്നു പൂജ. ലൈംഗികാതിക്രമ കേസിൽ ജാമ്യം ലഭിച്ചിട്ടും ജയിലിന് പുറത്തിറങ്ങാത്തതിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് ബോബി ചെമ്മണ്ണൂർ. മാപ്പപേക്ഷ അംഗീകരിച്ച ഹൈക്കോടതി ബോബിക്കെതിരെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതരുതെന്ന് ബോബി ചെമ്മണ്ണൂരിന് സിംഗിൾ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. ബോബി ഷോ കോടതിയുടെ അടുത്ത് ചെലവാകില്ലെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയത്. കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് ജാമ്യ ഉത്തരവ് സമയത്ത് ജയിലിൽ എത്താതിരുന്നതെന്നും സംഭവിച്ചതിൽ ദുഃഖമുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ വിശദീകരിച്ചു. കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ 24 പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് ഇക്കാര്യത്തില്. കോടതിയെ ബഹുമാനിക്കുന്നു. എനിക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വളരെ വിശ്വാസമുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ മാപ്പ് പറയുകയുണ്ടായി. വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാപ്പ് പറയാൻ എനിക്ക് യാതൊരു ഈഗോ കോംപ്ലക്സും ഒന്നുമില്ല. ബോബി എപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു എന്നതല്ല പ്രശ്നം, മറിച്ച് സഹതടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇത്തരം നടപടി എന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് കോടതി വിലയിരുത്തി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയതുപോലെയാണ് ബോബി ജയിലിന് പുറത്തേക്ക് വന്നതെന്നും ഹൈക്കോടതി പരിഹസിച്ചു. ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കുന്നുവെന്നായിരുന്നു നേരത്തെ ഹൈക്കോടതിയുടെ വിമർശനം. റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ബോബി എടുക്കേണ്ട, തടവുകാരുടെ കാര്യം നോക്കാൻ നീതിന്യായ വ്യവസ്ഥയുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നതിന് വ്യക്തമായ കാരണം പറഞ്ഞില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. തുടർന്നാണ് ബോബി നിരുപാധികം മാപ്പപേക്ഷിച്ചത്. 24 കൊച്ചി. സംഘർഷ വാർത്ത വരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘർഷം. MSF SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയെന്നാണ് ലഭിക്കുന്ന വിവരം. രക്തസാക്ഷികളുടെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്ന് മനസ്സിലാക്കുന്നു. പ്രേക്ഷകർ കാണുന്ന ദൃശ്യമാണ് സംഘർഷത്തിൻ്റേത്. പിന്നീട് അയവുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലിക്കറ്റ് ക്യാമ്പസിലാണ്, കോഴിക്കോട് സർവകലാശാലയുടെ കാലിക്കറ്റ് സർവകലാശാലയുടെ ക്യാമ്പസിലാണ് MSF SFI പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയും ഏറ്റുമുട്ടലും ഉണ്ടായത്. 24 പ്രത്യേക ക്യാമ്പയിൻ സൈബർ ബലിയാടുകൾ.
24-നും ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്കും സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ സൈബർ പോലീസ് നിയമ നടപടി തുടങ്ങി. കലാപാഹ്വാനത്തിന് കേസെടുത്താണ് പോലീസ് നീക്കം. നുണപ്രചാരണം നടത്തിയ കൂടുതൽ പേർക്കെതിരെ വരും ദിവസങ്ങളിൽ പരാതി നൽകും. പ്രതിഭ MLA-യുടെ മകനുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതിന് പിന്നാലെയാണ് 24-നും ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്കും കുടുംബാംഗങ്ങൾക്കും സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനുമെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത്. ബിജു നെടുമൺകാവ്, JKKTR ജയൻ എന്ന ജയകുമാർ അയ്യംകുന്ന് കൊട്ടാരക്കര, റഷീദ് പുത്തൻപുരയിൽ, പ്രജീഷ് ദാദു, രാം പാച്ചേനി എന്ന രാമചന്ദ്രൻ, കോമ്രേഡ് MB പ്രദീപൻ എന്നീ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമകൾക്കെതിരെയാണ് നിയമ നടപടി. ജനങ്ങളുടെ ഇടയിൽ കലാപാഹ്വാനം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാണ് പോസ്റ്റുകളെന്ന് എറണാകുളം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ FIR-ലുണ്ട്. BNS, കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തിയ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ പരിശോധിച്ചു വരികയാണെന്നും ഇവർക്കെതിരെയും നിയമ നടപടി കൈക്കൊള്ളുമെന്നും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. ഇങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ പുറമേ നിന്ന് ഇങ്ങനെയുള്ള സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് പറയുകയും ശക്തമായി എതിർക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പിന്നിലിരുന്ന് അതേ ഓഫീസിലിരുന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇവരൊന്നും നിയമത്തിന് അതീതരല്ല. എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന ധാരണയിൽ ഇത്തരം സ്ഥലങ്ങളിലിരുന്ന് സൈബർ ഇടങ്ങളിൽ ആക്രമണം നടത്തുന്ന ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ വഴിപിടിച്ച് നടത്തുകയും 24-ന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇത്തരക്കാരെ വെളിയിൽ കൊണ്ടുവരികയും ചെയ്യും. 24 കൊച്ചി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കൾ ഐക്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് വാർത്താക്കുറിപ്പിലൂടെ നേതാക്കൾ വ്യക്തമാക്കി. സമവായ ചർച്ചയിലെ ധാരണ സമസ്ത നേതാക്കൾ ലംഘിച്ചെന്ന വിമർശനവുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യ വിമർശനവുമായി എത്തിയിരുന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഒടുവിൽ ലീഗ് നേതൃത്വത്തിന് വഴങ്ങി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചത് പരസ്യമാക്കണമെന്ന ലീഗിന്റെ ആവശ്യം ഹമീദ് ഫൈസിയും ഉമർ ഫൈസിയുമൊക്കെ അടങ്ങുന്ന നേതാക്കൾ അംഗീകരിച്ചു. വാർത്താക്കുറിപ്പിലൂടെയാണ് ഖേദമറിയിച്ചത്. സാദിഖ് അലി തങ്ങൾക്ക് വേദനയുണ്ടാക്കിയ പ്രസംഗത്തിലാണ് ഖേദപ്രകടനം. സമുദായത്തിനകത്തും പുറത്തും യോജിപ്പ് അനിവാര്യമായതിനാൽ സംഘടനാപരമായ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്നാണ് നേതാക്കൾ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിച്ചത്. ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ സാദിഖ് അലി തങ്ങൾ കേക്ക് കഴിച്ചത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രസംഗമാണ് കനത്ത വിമർശനമുയർത്തിയത്. ഇതിന് പിന്നാലെ ഉമർ ഫൈസി, ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവർ പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് പരസ്യമായി മാപ്പ് പറയണമെന്ന ധാരണയുമുണ്ടാക്കി. എന്നാൽ പരസ്യമായ ഖേദപ്രകടനം സംസ്ഥാന നേതാക്കൾ നടത്താത്തതിൽ സാദിഖ് അലി തങ്ങൾ ഇന്നലെ അതൃപ്തി പരസ്യമാക്കി. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അനുമതിയോടെയാണ് ലീഗിന്റെ പരസ്യ പ്രതികരണം. കാര്യങ്ങൾ അവസാനിച്ചുവെന്ന് ആരും കരുതേണ്ടെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്നും തുറന്നടിച്ചത്. അതിൻ്റെ ഒന്നും കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട. ആ വക വിഷയങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. ആവുമ്പോൾ ന്യൂസുകളോട് പറയാം. അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്ന് മനസ്സിൽ കണ്ട് ചോദിച്ചത് എൻ്റെ ഉത്തരവാക്കണ്ട. അല്ല, അതെ നമ്മൾ കൂടുതൽ അതിൽ കൂടുതൽ പ്രതികരണം ഞാൻ പറയില്ല. അതിനെ ചോദിക്കേണ്ട വെറുതെ. ജിഫ്രി തങ്ങളും കൈവിട്ടതോടെയാണ് തുടർച്ചയായ ലീഗ് വിരുദ്ധ നിലപാടെടുക്കുന്ന സംസ്ഥാന നേതാക്കൾ ഖേദപ്രകടനം നടത്തിയത്. സമസ്ത നേതാക്കൾ പാണക്കാടെത്തി ഉണ്ടാക്കിയ ധാരണ പാലിച്ചില്ലെന്ന സാദിഖ് അലി തങ്ങളുടെ വിമർശനം സമസ്ത മുഖപത്രം സുപ്രഭാതം വാർത്തയാക്കിയിരുന്നു. 24 മലപ്പുറം. കോപ്പ ഡെൽറേ ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് FC ബാഴ്സലോണ ഇന്നിറങ്ങും. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ റയൽ ബെറ്റിസ് ആണ് എതിരാളികൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ ടോട്ടനം സൂപ്പർ പോരാട്ടവും ഇന്നുണ്ട്. റയൽ മാഡ്രിഡിനെ തകർത്ത സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിയതിന്റെ തിളക്കത്തിലാണ് FC ബാഴ്സലോണ. സീസണിലെ ആദ്യ കിരീടം സ്വന്തമാക്കിയ കറ്റാലൻസ് രണ്ടാം കിരീടത്തിലേക്ക് വഴിവെട്ടാനാണ് കോപ്പ ഡെൽറേ പ്രീ ക്വാർട്ടർ പോരിനിറങ്ങുന്നത്. റയൽ ബെറ്റിസ് ആണ് അവസാന 16-ലെ ബാഴ്സയുടെ എതിരാളികൾ. റാഫീനിയും ലെമീൻ യമാലും റോബർട്ട് ലെവൻഡോസ്കിയും ഉൾപ്പെടുന്ന കിടിലൻ മുന്നേറ്റ നിരയും മധ്യനിരയിലെ പെഡ്രി, കസാഡോ, ഡാനി ഓൾമോ കൂട്ടുകെട്ടും പ്രതിരോധത്തിലെ 17-കാരൻ പൗ കുബാർസിയുടെ ചോരത്തിളപ്പുമെല്ലാം കൂടുമ്പോൾ ബാഴ്സയെ റയൽ ബെറ്റിസിന് തടയാൻ പാടാകും. മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് എൽച്ചയെ നേരിടും. രാത്രി 2-നാണ് ഈ മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ രാത്രി 1:30 ടോട്ടനത്തെ നേരിടും. ജയത്തോടെ 2ാം സ്ഥാനത്തേക്ക് ഉയരാമെന്ന പ്രതീക്ഷയിലാണ് ഗണ്ണേഴ്സ്. കഴിഞ്ഞ 4-ൽ 3 കളിയും തോറ്റ ടോട്ടനം നാണക്കേട് മായ്ക്കാൻ ജീവൻ മരണ പോരിനിറങ്ങുമ്പോൾ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ പോരാട്ടം പൊടിപൊടിക്കും. സ്പോർട്സ് ഡെസ്ക് 24. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.